ചേട്ടാ, പി കൃഷ്ണപിള്ള സ്മാരകം ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇത് തീയിട്ട് നശിപ്പിച്ചതിനെ പറ്റിയിട്ടൊക്കെ മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് VS പ്രതിപക്ഷ നേതാവായിരുന്ന ഒരു സമയത്ത് നടന്നൊരു കേസായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ G സുധാകരൻ CPM-ൽ നിന്നും പാർട്ടി വിട്ടുപോയ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ള G സുധാകരൻ അത് സംബന്ധിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതിൽ അന്ന് പ്രതി ചേർക്കപ്പെട്ടവരൊന്നുമല്ല യഥാർത്ഥ പ്രതികൾ. അതിന് പിന്നിൽ സജി ചെറിയാന്റെ പങ്കിനെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് G സുധാകരൻ. എന്തായിരിക്കാം ഇതിനെതിരെ നമ്മുടെ സജി ചെറിയാൻ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. GS പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അല്ല, പി കൃഷ്ണപിള്ള എന്ന് പറയുന്ന നേതാവ് CPM-ന്റെ ഒരു സ്ഥാപക നേതാക്കൾ, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് പി കൃഷ്ണപിള്ള. അപ്പോൾ പി കൃഷ്ണപിള്ള എന്ന നേതാവിൻ്റെ സ്മാരകം തകർത്തത് CPM-കാരാണ് എന്ന് തന്നെ പറയുമ്പോൾ അതിൽ പരം പാർട്ടിക്ക് വേറൊരു പേരുദോഷമില്ല. അപ്പോൾ ആ വിവാദം അത് 2013 സംഭവിച്ചാണ്. 2013 ഒക്ടോബർ 31 പുലർച്ചെ 1:30 ആലപ്പുഴയിൽ കണ്ണർക്കോടുള്ള പി കൃഷ്ണപിള്ള സ്മാരകത്തിന് തീയിട്ട് കൃഷ്ണപിള്ളയുടെ പ്രതിമയെ നശിപ്പിച്ച നിലയിലുണ്ടായത്. അത് പാർട്ടിക്ക് സംശയ നിഴലുണ്ടായൊരു സാധനം. 2013 എന്ന് പറയുമ്പോൾ പാർട്ടി ഭരണത്തിലില്ല. അന്ന് 2000 പ്രതിപക്ഷ നേതാവാണ്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പോൾ ഇതിൽ സംഭവം എന്ന് പറയുന്നത് ഈ പി കൃഷ്ണപിള്ളയുടെ മരണം തന്നെ ദുരൂഹതയാണ് എന്നാണ് നമ്മുടെ ചില കമ്മ്യൂണിസ്റ്റ് ചരിത്രം അറിയാവുന്നവർ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാര്യം എന്നോട് ഒന്ന് രണ്ട് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയ്ക്കുള്ള TG മോഹൻദാസ് സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പി കൃഷ്ണപിള്ളയുടെ മരണം അത് പാമ്പ് കുത്തിയുള്ള മരണമൊന്നുമല്ല. നമ്മൾ കേരളത്തിലെ തന്നെ പ്രമുഖ കേശവദേവ് തന്നെ പറ്റിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവരുടെ പാർട്ടിക്കകത്ത് തന്നെയുള്ള കുറച്ച് പേരുടെ ബുക്കിനകത്തിൽ വ്യത്യസ്ത രീതിയിലാണ് കൃഷ്ണപിള്ളയുടെ മൃതദേഹം കിടക്കുന്ന കണ്ടിട്ടുള്ളതെന്നുള്ള പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഈ CPM-ലെ നേതാക്കൾ ഇപ്പൊ അഴിക്കോടൻ രാഘവനെ കുത്തിക്കൊന്നതാരാണ്? അഴിക്കോടൻ രാഘവന്റെ മരണം ഇപ്പോഴും ദുരൂഹതയാണ്. പി കൃഷ്ണപിള്ളയുടെ മരണം ദുരൂഹതയാണ്. ഈ പറയുന്ന കണ്ണർക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പി കൃഷ്ണപിള്ളയുടെ അവസാന കാലത്ത് അദ്ദേഹം പാമ്പ് കടിയേറ്റ് മരിച്ചെന്ന് പറഞ്ഞാൽ അവിടെ പാമ്പെന്ന് പറയുന്ന സംഭവമൊന്നുമില്ല, പാമ്പോ ഇഴജന്തുക്കളുടെ ശല്യമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ദുരൂഹതയാണ്. CPM-നകത്ത് അവരുടെ നേതാക്കളുടെ മരണം എന്ന് പറയുന്നത് തന്നെ ഒരു ദുരൂഹമാണ്. അഴിക്കോടൻ രാഘവന് കുത്തേറ്റ് മരിക്കുകയാണ്. അഴിക്കോടൻ രാഘവന് മരിക്കുന്നതിന് പിന്നെ ആര്യാടൻ മുഹമ്മദ് വരെയുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികളാകുന്നുണ്ട്. അത് ദുരൂഹമാണ്. ഈ കൃഷ്ണപിള്ളയുടെ മരണം ദുരൂഹമാണ്. അപ്പോൾ ഇങ്ങനെ ദുരൂഹത നിറഞ്ഞ ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്ന പാർട്ടി. അപ്പോൾ ഈ കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർത്തതിനെ സംബന്ധിച്ച് VS-ന് അറിയാമായിരുന്നു. സത്യത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ 2011 ഞാൻ ഇന്ത്യ വിഷനിലൊക്കെ ജോലി ചെയ്യുന്ന സമയം നമ്മൾ ഞെട്ടുകയാണ് ചെയ്തത്. കാര്യം അന്ന് പാർട്ടി വിഭാഗീയതയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമാണ്. VS പ്രതിപക്ഷ നേതാവ്, പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ, സജി ചെറിയാൻ എന്ന് പറയുന്ന നേതാവിനെ ഈ G സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ആലപ്പുഴയിൽ നേതൃത്വത്തിലേക്ക് പടിചവിട്ടി വരുന്നത്. അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ആയിരുന്നു. അതേപോലെ ഏരിയ സെക്രട്ടറി മാത്രമായിരുന്നു സജി ചെറിയാൻ എന്ന് പറയുന്നത്. സജി ചെറിയാൻ പടിചവിട്ടി കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ സജി ചെറിയാനെ ഇങ്ങനെ കയറി വരുന്നതിൽ ഒരു പങ്ക് പിണറായിയുടെ ഒക്കെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് G സുധാകരൻ പറയുന്നതിൽ സത്യമില്ലാതെ G സുധാകരൻ ഇതൊന്നും പറയില്ല. ഇപ്പൊ ഇയാള് പാർട്ടി വിട്ടുപോയതുകൊണ്ട് പിച്ചുമേയും പറയുകയാണ്. സജി ചെറിയാൻ പറയുന്നതല്ലേ. അതേപോലെ തന്നെ സ്വന്തം അനുജന്റെ രക്തസാക്ഷിത്വത്തെ പോലും തള്ളി പറഞ്ഞിട്ടുള്ള സുധാകരൻ കൃഷ്ണപിള്ളയെ തള്ളി പറയുന്നതിൽ യാതൊരു അത്ഭുതവും കാണാനില്ല. ഇവർക്ക് എന്തായാലും കൃഷ്ണപിള്ളയോടുള്ള സ്നേഹത്തെക്കാളും G സുധാകരന് കൃഷ്ണപിള്ളയോട് സ്നേഹം ഉണ്ടാകും. ഇയാൾ എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ചു ഇത്രയും കാലം? മറ്റൊരു കാര്യമാണ് സജി ചെറിയാൻ ചോദിക്കുന്നത്. ഈ GS എന്ന് പറയുന്ന G സുധാകരൻ ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? അയാൾ എങ്ങനെയാണ് അങ്ങനെ ജീവിച്ചത് എന്നാണ്. നേരെ തിരിച്ചു ചോദിച്ചാലോ സജി ചെറിയാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനായി തിരിച്ചു ചോദിച്ചാൽ? അല്ല, അപ്പൊ നമുക്ക് സജി ചെറിയാനെ മാത്രം പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പി കൃഷ്ണപിള്ള കേസ് ആണെങ്കിൽ പോലും അന്നത്തെ VS-ന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന കേരള സർവകലാശാല മുൻ യൂണിയൻ ജനറൽ സെക്രട്ടറി ലതീഷ് പി ചന്ദ്രനായിരുന്നു. ലതീഷ് പി ചന്ദ്രൻ ഇത് ചെയ്തിട്ടില്ല. ലതീഷ് പി ചന്ദ്രനെ VS-ന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം എന്ന രീതിയിൽ VS-നെ കരിവാരി തേക്കാനായി ഫാബ്രിക്കേറ്റ് ചെയ്തൊരു നമ്പർ 1 അന്ന് ഈ 5 പ്രതികളെ പ്രതി ചേർക്കപ്പെടുകയും അതിനുശേഷം കുറ്റവിമുക്തരാക്കുമ്പോൾ തിരിച്ച് പാർട്ടിയിൽ അതേ നേതൃസ്ഥാനം എടുക്കുന്ന ഒരു സാഹചര്യം കുറ്റവിമുക്തരാക്കിയോ? അതായത് കോടതിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സജി ചെറിയാനെ ചുമ്മയല്ല പറയുന്നത്. സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്ന് രാത്രി 2:30 മണിക്ക് എങ്ങനെയാ ആ സ്ഥലത്ത് എത്തുന്നത്? അല്ല, പുള്ളി അതിനെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് എത്തുന്നുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിനെ ഭരണത്തിൽ അതോടൊപ്പം തന്നെ GS മാത്രമാണ് ഇത്തരത്തിൽ പറയുന്നത്. സജി ചെറിയാനോടൊപ്പം ഉണ്ടായിരുന്ന
അന്നത്തെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അന്ന് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന പി കൃഷ്ണപിള്ള സ്മാരകം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരും സജി ചെറിയാനോടൊപ്പമാണ് നിൽക്കുന്നത്. സംഭവത്തിന് പിറ്റേന്ന് രാവിലെ 8:30-9 മണിയോടെയാണ് സജി ചെറിയാൻ സ്ഥലത്തെത്തിയതെന്നാണ് ഇവരും അവര് പറയുന്നതല്ലേ. അവരെ പാർട്ടി തലത്തിൽ അന്വേഷണം വേണമെന്ന് അന്നത്തെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എന്തുകൊണ്ട് ചെയ്തില്ല? വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു? സജി ചെറിയാനെ രക്ഷിക്കാനോ? അല്ലെങ്കിൽ ഈ പറയുന്ന ലതീഷ് പി ചന്ദ്രൻ ഉൾപ്പെടെ, ലതീഷ് പി ചന്ദ്രനെയൊക്കെ ഞങ്ങൾക്കറിയാം, ലതീഷ് പി ചന്ദ്രനൊന്നും ആ കേസിലില്ല. VS കുരുക്കാൻ വേണ്ടി 5 പേരെ കൃത്യമായി പാർട്ടി കൊണ്ടുകൊടുത്തതാണ്. എന്നിട്ട് തെളിവുണ്ടായോ? കോടതി വെറുതെ വിടുകയല്ലേ? തെളിവില്ലാത്തത് കൊണ്ടാണല്ലോ അവരത് ചെയ്തിട്ടില്ല. അവരത് ചെയ്തിട്ടില്ല. VS കൃത്യമായിട്ട് അറിയാമായിരുന്നു അത് ആരാണ്. ആലപ്പുഴ VS കൂടെ സ്ഥലമല്ലേ, VS സ്ഥലമാണല്ലോ. VS ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കിട്ടാതിരിക്കുമോ? VS അന്ന് പോലീസ് ഓഫീസറായിരുന്ന സെൻകുമാറിന് അതിന്റെ ശബ്ദ സന്ദേശം, ഇതിന്റെ പ്ലാനിങ്ങിന്റെ ശബ്ദ സന്ദേശം വരെ കൊടുത്തു എന്നാ പറയുന്നത്. ഇത് തകർക്കുന്നതിന്റെ പ്ലാനിങ്ങിന്റെ ശബ്ദ സന്ദേശം കൊടുത്തെന്നാ പറയുന്നത്. എന്നിട്ട് ആ കേസ് പോയോ? പോയില്ലല്ലോ. അപ്പൊ അവരുടെ പാർട്ടി ഓഫീസ്, അവരുടെ നേതാവിന്റെ സ്മാരകം അവർ തന്നെ തകർത്തിട്ട് ഇതേപോലെ ഇനി മൂടി വെക്കപ്പെട്ട നിരവധി സത്യങ്ങൾ പുറത്തു വരും. പിണറായി വിജയൻ അറിയാം ഇത് ആരാണ് തകർത്തത്. എന്നിട്ട് 5 പേരെ പേര്, ഇപ്പൊ കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ യഥാർത്ഥ പ്രതികളാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ TP കേസിൽ പ്രതികളെ പിടിച്ചു. അത് ആരുടെ ഭരണകാലത്താ പിടിച്ചേ? ആരായിരുന്നു ആഭ്യന്തരം ഉണ്ടായിരുന്നത്? തിരുവനന്തപുരം രാധാകൃഷ്ണൻ. ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി. ആ കൃത്യം ഈ പറയുന്ന കൊടിസിന് ഉൾപ്പെടെയുള്ളവരെ പിടിച്ചു. നേരെ മറിച്ച് എങ്ങനെയാ സംഭവിക്കുന്നത്? പാർട്ടി തന്നെ കുറച്ച് പ്രതികളെ അങ്ങ് കൊണ്ട് കൊടുക്കും, കുറച്ച് പ്രതികളെ തയ്യാറാക്കി കൊണ്ടുവന്ന് കൊടുക്കും. അല്ല, അതിനു വേണ്ടിയിട്ടല്ലേ പാർട്ടി അണികൾ അല്ലെങ്കിൽ പാർട്ടി അടിമകൾ എന്ന പേരിൽ ഇത്രയും ആൾക്കാർ അതിനകത്ത്. നമ്മൾ പൊതുവെ കാണുന്ന പാർട്ടി അംഗങ്ങളല്ല ഇവർ ഉദ്ദേശിക്കുന്ന പാർട്ടി അണികൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയും കൊല്ലും കൊലയ്ക്ക് വേണ്ടിയും നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ വളർത്തുന്നത് തന്നെ, പാർട്ടിയുടെ സ്വാധീനത്തിൽ ഇരിക്കുന്നത് തന്നെ ഇത്തരം കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ അവർക്കും സമ്മതമാണ്. പക്ഷെ ഇതിനകത്തിൽ നോക്കുകുത്തിയാവുന്നത് നമ്മുടെ നിയമപീഠവും മാത്രമായിരിക്കും, നിയമവും നിയമവശങ്ങളും മാത്രമായിരിക്കും. കാരണം ഇത്തരത്തിൽ കേസുകൾ സൃഷ്ടിക്കപ്പെടുകയും അതേപോലെ തന്നെ കുറ്റക്കാരെ കുറ്റവിമുക്തരാക്കുന്ന രീതിയിലുള്ള നേതൃത്വങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ GS ഈ കൊളുത്തി വിട്ടിരിക്കുന്ന ചെറിയൊരു തീയൊന്നുമല്ല. കാരണം ഇത് ആലപ്പുഴയിൽ ആളെ കത്തും, ഇത് അവിടെ ചർച്ചാ വിഷയമാകും. എത്രയൊക്കെ സജി ചെറിയാനാണ് ആലപ്പുഴയിൽ ക്രിമിനലുകളായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ വളർത്തിയത് എന്ന് അവിടുത്തെ ഏത് നേതാക്കൾക്കും അറിയാം. സജി ചെറിയാൻ കാരണമാണ് ഇന്ന് ഈ കാണുന്ന ക്രിമിനലിസം അവിടെയുള്ളത്. സജി ചെറിയാൻ ഇതിന്റെ പ്രശ്നക്കാരനാണെന്ന് GS അറിയാവുന്നുള്ളൂ, GS സുധാകരൻ അറിയാവുന്നുണ്ട്. സുധാകരൻ ആ സത്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ പിച്ചും പേയും പറയുന്നതെന്നൊക്കെ തിരികെ പറയുന്നു. ഇനി ഇതിനപ്പുറവും സത്യങ്ങൾ പലത്. അതായത് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം ഇത് ആരാണ് ഇത് തകർത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ പാർട്ടിയുടെ സ്ഥാപക നേതാവിന്റെ സ്മാരകം തകർക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. അപ്പൊ അത്ര കണ്ട് ആലപ്പുഴയിൽ ഈ പാർട്ടിയിലെ വിഭാഗീയത കത്തി നിൽക്കുക 2013 നടന്നിരിക്കുന്ന സംഭവമാണ്. ഒരു സത്യം പറയട്ടെ, എത്ര തന്നെ ചില കാര്യങ്ങൾ മൂടി വെച്ചാലും എന്നെങ്കിലുമൊക്കെ പലതും പുറത്തു വരും. അല്ല, അതിനോടൊപ്പം ശ്രീ സജി ചെറിയാൻ തന്റെ പ്രിയ മുഖ്യമന്ത്രിയെയും കൂടെ ചേർക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതോടൊപ്പം തന്നെ ശ്രീ പിണറായി വിജയനാണ് അന്നത്തെ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനമെടുക്കുന്നതും ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. പാർട്ടി വിട്ടുപോയതിന്റെ കുറ്റബോധം. അല്ല, പിണറായി വിജയൻ അന്ന് അധികാരത്തിൽ ഇല്ലല്ലോ. അന്ന് ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രി ഉമ്മൻചാണ്ടി അല്ല, തിരുവനന്തപുരം. പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അത്തരം സമ്മർദ്ദം ഉണ്ടാക്കിയത് ശ്രീ പിണറായി വിജയൻ. ആയിക്കോട്ടെ, കൃത്യമായി പ്രതികളെ ഉണ്ടാക്കി വെച്ചിട്ട് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങ് പറഞ്ഞു കൊടുത്താൽ പോരെ. കൃത്യമായി പ്രതികളെ ഉണ്ടാക്കി വെക്കുന്നു, എന്നിട്ട് അന്വേഷിച്ചോ എന്ന് പറയും. പക്ഷെ സജി ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം സത്യമായിട്ടാണ് തോന്നുന്നത്. പാർട്ടി വിട്ടതിന്റെ കുറ്റബോധത്തിൽ സുധാകരൻ പിച്ചുമ്പയും പറയുന്നു. ഒരിക്കലുമില്ല, പാർട്ടി വിട്ടുപോയതിന്റെ കുറ്റബോധം എന്ന രീതിയിൽ പറയും. പാർട്ടി കുറ്റബോധം ഉണ്ടാകേണ്ടത് സജി ചെറിയാനാണ്. കാര്യം സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ഈ നാസർ ഉൾപ്പെടെയുള്ള പിന്നെ H സലാം ഉൾപ്പെടെയുള്ളവരെ പാർട്ടിക്കകത്ത് ഉയർത്തി കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് സുധാകരൻ. ഇന്നലെ കുരുത്ത ഒരു തകരയൊന്നുമല്ല സുധാകരൻ. സുധാകരന്റെ പ്രവൃത്തി 60 വർഷത്തെ പാർട്ടി. സജി ചെറിയാൻ ഉൾപ്പെടുന്ന ഒരു പാർട്ടിയാണെങ്കിൽ അത് വിട്ടുപോകുന്നതിൽ യാതൊരുവിധ കുറ്റബോധവും തോന്നേണ്ട ആവശ്യമില്ല. കാരണം സുധാകരനോട് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലല്ലേ ഈ പറയുന്ന സജി ചെറിയാൻ കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമുള്ളൂ. സജി ചെറിയാൻ എന്ന് പറയുന്ന നേതാവ് താൻ കാരണം എന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരുന്നതിൽ നിർണായകമായി പങ്ക് വഹിച്ച ഓരോ ജില്ലയിലെ നേതാക്കളിൽ ഒരാളാണ് സജി ചെറിയാൻ. ഓരോ ജില്ലയിലെ നേതാക്കളിൽ അതിൽ ഒരാളാണ് സജി ചെറിയാൻ. അതുകൊണ്ടാണ് സജി ചെറിയാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിപ്പോൾ P കൃഷ്ണപിള്ളയുടെ സ്മാരകത്തിനെ കുറിച്ച് ഈ പറയുന്ന രീതിയിൽ പുറത്തു വരുന്ന കഥകൾ ഉൾപ്പെടെ പല കഥകളും ഇനി നമ്മൾ ഞെട്ടും കേൾക്കുമ്പോഴത്തേക്ക്. പല നേതാക്കളും ഇനി പുറത്തു വന്ന് പറയും അഴിക്കോടനെ കൊത്തതാരെന്ന് പറയും. P കൃഷ്ണപിള്ളയെ യഥാർത്ഥത്തിൽ പാമ്പ് കടിച്ച് മരിച്ചതാണോ എന്നുള്ളത് പറയും. ഇത് തകർത്ത യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പാർട്ടിക്കകത്തുണ്ടെന്ന് സുധാകരൻ വെറുതെ പറയില്ല. ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് അവർക്കറിയാം.
കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കാര്യങ്ങൾ എന്തായാലും GS-നെ സജി ചെറിയാൻ ഉൾപ്പെടുന്ന വൻ CPM-ന്റെ സംഘാംഗങ്ങൾ പേടിക്കുന്നുണ്ട്. ആ ഒരു ഭയപ്പാടിൽ നിന്ന് അവരാണിപ്പോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളാണെന്ന് വരെ ഇനിയിപ്പോ പറഞ്ഞു വെക്കാനുള്ള ചാൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇത്തരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുൻപും പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ GS-നെ അവർ പേടിക്കേണ്ടിയിരിക്കുന്നു. ആലപ്പുഴയിൽ അങ്ങനെ വെറും ഒരു വിമതനൊന്നുമല്ല GS. നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ വർഷങ്ങളായി പ്രവർത്തിച്ച നിങ്ങളുടെ എല്ലാത്തരം അല്ലെങ്കിൽ തോന്നിവാസങ്ങളും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ തന്നെയാണ്. ശക്തനായ എതിരാളിയാണ് നിങ്ങൾക്ക്. ഇനിയിപ്പോ GS-നെ എങ്ങനെ ഒതുക്കാം എന്നുള്ള VS ഈ കേസൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. VS അച്യുതാനന്ദന് ഇത് അറിയാമായിരുന്നു. G സുധാകരനെ ഇനി ഒതുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബേബിയുടെ തലത്തിൽ ഇവർ ഈ പറയുന്ന തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇനി അദ്ദേഹത്തിനെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ബേബി ചിലപ്പോൾ വിളിക്കും. ബേബി വിളിച്ചിട്ട് പറയും മതി സഖാവ്, ഇനി കൂടുതലൊന്നും പറയരുത്, പാർട്ടിക്കെതിരെ പറയില്ലെന്ന് അദ്ദേഹം പറഞ്ഞതാ. എന്നിട്ട് സ്മൃതി പരുത്തിക്കാടുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഇന്നലെ ഈ കാര്യമെല്ലാം വെളിയിൽ വരുന്നത്. ഇനിയും അദ്ദേഹത്തിന് പറയാൻ പല രഹസ്യങ്ങളും ഉണ്ടാകും. അദ്ദേഹം നന്നായിട്ട് വായിക്കുന്ന നല്ല അറിവുള്ള ഒരാളാണ്. ഈ പറയുന്ന കുന്തവും കുടച്ചക്രവും എന്ന് കോടതിയെ പറഞ്ഞ ആളല്ല. സജി ചെറിയാൻ എന്തൊക്കെയാണ് ഇവിടെ മന്ത്രിയായിരുന്നു ഇപ്പൊ കാണിച്ചെന്ന് അറിയാമല്ലോ. അതെ, നിയമവ്യവസ്ഥയെ കുന്തവും കുടച്ചക്രവും എന്ന് പറഞ്ഞൊരു മഹാനല്ലേ. എത്ര തവണ രാജിവെക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നെയും പിണറായിയുടെ ആനുകൂല്യത്തിൽ അല്ലേ അദ്ദേഹം പിന്നെയും കയറിയത്. സാംസ്കാരിക മന്ത്രിയല്ലേ, സാംസ്കാരിക മന്ത്രി. അതെ, പ്രവൃത്തിയിലും വാക്കിലും വരേണ്ടിയിരിക്കുന്നു. ഇത് ഇനിയെങ്കിലും ചെങ്ങന്നൂരിലെ നിവാസികൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്താണ് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് എന്തായാലും GS ആണ് പറയേണ്ടത്. ബാക്കി വിശദാംശങ്ങളും GS-ന്റെ ബാക്കി അദ്ദേഹം തന്നെ പറയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിനൊരു തടയുണ്ടാകും. ഇത് ബേബിയോ അല്ലെങ്കിൽ മറ്റ് സമുന്നത നേതാക്കളോ ഇതിൽ ഇടപെടലുണ്ടാകും. ഇടപെടലിൽ G സുധാകരൻ ഇനി കൂടുതൽ പറയില്ല. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഞെട്ടും. കാര്യം കൃഷ്ണപിള്ളയുടെ മരണം വരെയുള്ള സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരും. പാമ്പ് കടിയേറ്റല്ല മരിച്ചതെന്ന് ഇവിടെ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ആ നമ്മുടെ ഇവിടുത്തെ മറ്റ് ചരിത്രം അറിയാവുന്നുള്ള വലിയ കേശവദേവന്റെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതിനകത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ പി കൃഷ്ണപിള്ളയുടെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞിട്ടുള്ള സഖാക്കൾ വിവരിച്ചിട്ടുള്ളത്. ചിലർ മലന്നു കടന്നിരുന്നു എന്ന് പറഞ്ഞു, ചിലർ തലയിൽ ആയിരുന്നു കുത്തിയതെന്ന് പറഞ്ഞു, ചിലർ കൈത്തണ്ടയിലെന്ന് പറയുന്നുണ്ട്, ചിലർ നേരെ കടക്കുകയായിരുന്നു, ചിലർ പറയുന്നു വരാന്തയിൽ കിടക്കുകയാണ്. അല്ല, ഇനിയിപ്പോ ഇഴജന്തു വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ തന്നെ പാർട്ടി സഖാക്കൾ വ്യത്യസ്ത രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് കൃഷ്ണപിള്ളയുടെ മൃതദേഹം കണ്ടതിനെ പറ്റി. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് GS-ന്റെ പിച്ചുമേയായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. അദ്ദേഹം തന്നെ മുന്നോട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ വിശദാംശങ്ങൾ പറയട്ടെ.